ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോംലി ട്രെൻഡ്സ്. ഇന്നൊരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് കൊണ്ട് പലവിധ വിഭവങ്ങളും തയ്യാറാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ചെയ്യുന്നത്. ഇഞ്ചിപ്പുള്ളിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു വിഭവം തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ 2 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിൽ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുകും കൂടെ പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പച്ചമുളകും കൂടെ ചതച്ചത് ഞാൻ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണോ ഇതിൻ്റെ കുത്തൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് സ്വീറ്റായിട്ട് ഇഞ്ചിപ്പുളിയുടെ അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉലുവയും കടുകും കൂടെ എണ്ണയില്ലാതെ വറുത്തെടുത്ത് പൊടിച്ച പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർക്കാം. ഈ സമയം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ രുചിയോറും ഇഞ്ചിപ്പുളിയുടെ അതേ ടേസ്റ്റിലുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.